എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ജനുവരി 6-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. ജനുവരി 4-ാം തീയതിയോ അതിനു മുൻപോ ആയിട്ട് വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നേരത്തെ ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ ഈ ഒരു ജനുവരി 6-ാം തീയതിക്കുള്ളിൽ വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട്, അതായത് ജനുവരി 6-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ കോളേജിൽ അടക്കേണ്ട ആ ഒരു ഫീസും സഹിതം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേനയോ നിങ്ങൾക്ക് ഈ ഒരു ജനുവരി 4-ാം തീയതിക്കകം ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചവർ ഹോം പേജിൽ നിന്നും പ്രിൻ്റ് എടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ നേരിട്ട് ഹാജരായി ജനുവരി 6-ാം തീയതി വൈകുന്നേരത്തിനുള്ളിലായിട്ട് അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയാണ് ആദ്യത്തേത്. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് റെസിപ്റ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു റെസിപ്റ്റ് നിങ്ങളിപ്പോൾ ചലാൻ വഴിയാണെങ്കിൽ ബാങ്കിൽ നിങ്ങൾക്കൊരു ആ ഒരു ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗം പകുതി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ബാങ്ക് വഴിയാണ് അടക്കുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ ഒരു റെസിപ്റ്റ്, അതായത് 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും കിട്ടുക. അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റെസിപ്റ്റ് കിട്ടുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സൈഡിലോട്ട് ആ ഒരു ഡീറ്റെയിൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. അത് സൈഡിലോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് പിന്നീട്, അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കിട്ടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ TC ആണ് വേണ്ടത്. TC എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണോ പഠിച്ചത് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC ആണ് വേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ച് കഴിഞ്ഞവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഏത് കോഴ്സാണോ പഠിച്ചത് ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു TC നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് നിന്നാണോ അവസാനമായിട്ട് ഒരു TC കിട്ടിയത് ആ ഒരു TC നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഒന്നുകിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ലഭിച്ച ആ ഒരു TC ആയിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ ആ ഒരു +2ൻ്റെ TC ആയാലും പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു TC ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണുള്ളത്. അടുത്തത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്, അതായത് കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള
ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അടുത്തത് SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ OEC വിഭാഗം ആണെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ അത് കൊണ്ടുപോവുക. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് OEC വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. അതല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയാലും കൊണ്ടുപോയാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ SC, BC, OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് പ്രത്യേകിച്ച് അഡ്മിഷൻ സമയത്ത് ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പിന്നീട് നൽകിയാൽ മതി. കാരണം ചില സ്ഥലങ്ങളിൽ വാക്സിനേഷൻ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ് കോളേജിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളോട് ഒരു നിശ്ചിത പൈസ അഡ്മിഷൻ സമയത്ത് അടക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പൈസ കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നേരത്തെ സെൽഫ് ഫിനാൻസിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും അടക്കേണ്ടതില്ല. കാരണം ഓൾറെഡി അടച്ച ഫീസ് നിങ്ങളുടെ ആ ഒരു ഫീസ് ഇനത്തിലേക്ക് മാറ്റുന്നത് ആയിരിക്കും. അതുപോലെ സെൽഫ് ഫിനാൻസിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുകയും അതുപോലെ ഏതൊക്കെ ഇനങ്ങളിലാണ് ഈ ഒരു ഫീസ് വരുന്നത് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമുള്ളതല്ല. അത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടൂ. എല്ലാവർക്കും ആ ഒരു ഡോക്യുമെൻ്റ് ആവശ്യമല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഒരു 2 ഫോട്ടോ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SSLC +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ്ട്രാ ഓരോ 5 കോപ്പി വീതം എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സും എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് 29ാമത്തെ പേജിൽ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.